യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ വെച്ചുള്ള ഒരു ഹൽവയാണ്. അതിനായിട്ട് ആദ്യം ഞങ്ങൾ അവിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൽ പൊടിച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്നത് ശർക്കര പാവ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഉടനെ കാണാം. ഓക്കെ, പൊടിക്കാനായിട്ട് പോവുകയാണ്. വറുത്ത് ഇത് തണുത്തിട്ടുണ്ട്, ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിതാ പൊടിക്കാനായിട്ട് പോവുകയാണ്. പൊടിച്ചിട്ട് കാണാം. ഇത്ര മതിയാ? അത് പിടിച്ചപ്പം തട്ടിയത് ഇല്ല. ഒരു പാവായിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ അത് നെയ്യ് അരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നെയ്യ് അരിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവിലിടാം. പാത്രം നന്നായിട്ട് മൂക്ക് നല്ല രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കുക. നെയ്യിലിട്ട് നല്ല ഇതായി രണ്ടും കൂടെ നന്നായിട്ട് യോജിച്ച ശേഷം ഞങ്ങൾക്ക് ഇതിലേക്ക് ശർക്കര പാനി വീത്താവുന്നതാണ്. അവിൽ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ശർക്കര പാവ് കാച്ചിയത് വീത്താൻ പോവുകയാണ്. മാറ്റ് നന്നായിട്ട് വരട്ടെ. ചന്തിയിലൊന്ന് ചുറ്റി കട്ട പിടിക്കാൻ നോക്കണം. നന്നായിട്ട് ഇളക്കുക. കട്ട പിടിക്കാൻ നല്ല രീതിയിൽ ഇളക്കി എടുക്കേണ്ടതാണ്. അപ്പോഴത്തേക്ക് ഇനി അടുത്ത് തേങ്ങാപ്പാല് തേങ്ങാപ്പാലെടുക്കാനാണ്. കുറച്ച് വെള്ളം ആണേ ഒഴിക്ക്. ഇപ്പോൾ ചെറു തീ വെച്ചിട്ട് നെയ്യ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിട്ട് വരുന്ന ഒരു പരുവം വരെ ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. നമുക്കിനി ഇത് നെയ്യ് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഹൽവ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലാസ്റ്റ് ഹൽവയുടെ മോഡലി. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ.